അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് ഉരുക്കു കവചം തീർക്കുകയാണ് റഷ്യ. റഷ്യയുടെ S-400 അല്ല S-500 ആയിരിക്കും ഇനി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിനെ കാക്കുന്നത്. ഒരീച്ച പോലും ഇനി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിനെ ഭേദിച്ച് ഇന്ത്യക്കുള്ളിലേക്ക് കടക്കില്ല. പാകിസ്ഥാനും ചൈനയ്ക്കും റഷ്യ നൽകുന്ന വമ്പൻ മുന്നറിയിപ്പ്. ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്. ഇനി ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ അതിനുള്ള തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും. ഇന്ത്യക്ക് S-400ഉം S-500ഉം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാനുള്ള ധാരണയായിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമായ തീരുമാനമുണ്ടായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ റഷ്യ നൽകിയ 2018 നൽകിയ S-400 ആണ് ഇന്ന് ഇന്ത്യയുടെ പക്കലുള്ളത്. അതിന്റെ 3 സ്ക്വാഡ്രണുകൾ, ഇനിയും 2 ഇന്ത്യയിലേക്ക് എത്താനുണ്ട്. ആ 3 സ്ക്വാഡ്രണുകൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ എത്രമാത്രം കാത്തു എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ ചൈന കൊടുത്തിട്ടുള്ള ഓലപ്പടക്കങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് റോക്കറ്റുകളൊക്കെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ കരിഞ്ഞുപോയി. പാകിസ്ഥാൻ ചൈന കൊടുത്തത് പകുതിയിലധികം ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം പാകിസ്ഥാന്റെ കൊടുക്കാൻ പൈസയില്ല. അപ്പൊ ഉള്ള പൈസയ്ക്കുള്ള ആയുധങ്ങൾ ചൈന കൊടുത്തു. അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇനി പാകിസ്ഥാൻ ഒറിജിനൽ തന്നെ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചു എന്ന് കരുതട്ടെ. അതിനെ പോലും ഭസ്മീകരിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം S-400ന്റെ പരിഷ്കരിച്ച രൂപം S-500. സുഖോയ് 57 ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റ്. സുഖോയ് 57 ഇന്ത്യക്ക് നൽകുക മാത്രമല്ല, സുഖോയ് 57ന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുകയും ഇന്ത്യയിൽ വെച്ച് സുഖോയ് 57 നിർമ്മിക്കുകയും ചെയ്യും. അതായത് ഇന്ത്യക്ക് സുഖോയ് 57ന്റെ എല്ലാ സാങ്കേതിക വിദ്യയും കൈമാറി ഇന്ത്യ സുഖോയ് 57 നിർമ്മിച്ച് ഇന്ത്യ ലോകത്തിന് സുഖോയ് 57 വിൽപ്പന നടത്തും. ഏറ്റവും ആധുനികമായ ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് ഓർക്കണം. ഇന്ത്യയുടെ വ്യോമസേനയ്ക്കൊപ്പം ഒരു 10-25 സുഖോയ് 57 കൂടി വന്നാൽ പിന്നെ ഇന്ത്യ എവിടെ നിൽക്കും? അതിനൊപ്പമാണ് ആണവ അന്തർവാഹിനി. ഇന്ത്യക്ക് എതിരെയുള്ള ചില ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആണവ അന്തർവാഹിനി പോലും ഇടയ്ക്കിടെ സന്ദർശനം നടത്താനുള്ള നീക്കം റഷ്യ ആരംഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതുകൂടാതെ റഷ്യയുടെ പ്രതിരോധ ഉപകരണങ്ങൾ, റഷ്യയുടെ ആയുധങ്ങൾ, അതൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ആയുധങ്ങൾ നിർമ്മിച്ച് നൽകും. ലോകത്തെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ മസ്തകത്തിൽ അടിച്ചിരിക്കുന്നു റഷ്യയും ഇന്ത്യയും ചേർന്ന്. ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അപ്പോൾ തീരും ഇന്ത്യ എന്ന് കരുതിയ മണ്ടൻ ട്രംപിനുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇത് പുതിയ ഭാരതമാണ്. ഒരു വഴിക്ക് ഞങ്ങളുടെ വാതിലുകൾ അടച്ചാൽ പല വഴിക്ക് ഞങ്ങൾ പല വാതിലുകൾ തുറക്കും. റഷ്യയുമായി ഇന്ത്യ എണ്ണക്കരാർ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഡോളറിലല്ല, റൂബിളിലായിരിക്കും. അവിടെയും ലാഭം ഇന്ത്യക്കാണ്, നഷ്ടം അമേരിക്കയ്ക്കും. ബ്രസീലിനെതിരെ ഇത്തരത്തിലായിരുന്നു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അങ്ങനെ ഡോളറിനെ ഒരു ഭാഗത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട്, ഡോളറിനെ ലോകത്തെ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളൊക്കെ പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. ലോക രാജാവെന്ന് കരുതിയിരുന്ന, ലോകത്തിന്റെ പോലീസ് എന്ന് കരുതിയിരുന്ന അമേരിക്കയെ ഒരു മൂലയിലേക്ക് ഒതുക്കുകയാണ്. ഇപ്പോൾ ഇതാ പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയുടെ അതിശക്തമായ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്. ഇനി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കുക, ചൈനയെ തിരിച്ചടിക്കുക റഷ്യയായിരിക്കും. ഇന്ത്യയെ തൊട്ടാൽ തിരിച്ചടി റഷ്യയുടെ ഭാഗത്തു നിന്നായിരിക്കും. അതിശക്തമായ മുന്നറിയിപ്പ് റഷ്യ നൽകുകയാണ്.